നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ താരങ്ങൾ വിക്ടർ ഗ്യോക്കറസും അലക്സാണ്ടർ ഐസക്കും അസിസ്റ്റും ഗോളും ഒക്കെ നേടി പൊളിച്ചടുക്കിയ ഒരു മത്സരം. സ്വീഡൻ 1-നെതിരെ 5 ഗോളുകൾക്ക് ആഫ്രിക്കൻ ടീമായ ടുണീഷ്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 1-നെതിരെ 5 ഗോളുകൾ എന്ന് പറയുമ്പോൾ ഒരു വേൾഡ് കപ്പിൽ 88 വർഷങ്ങൾക്കിടയിൽ സ്വീഡൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിംഗ് ആണിത് എന്ന കാര്യം കൂടി ഓർക്കണം. സോ ഒരു സർവാധിപത്യം അവർ പുലർത്തി കളി വിജയിച്ചു കയറി. അതിൽ എടുത്തു പറയേണ്ട ഒരാൾ യാസിൻ അയാരിയാണ്. യാസിൻ അയാരി ഇരട്ട ഗോളുകൾ നേടി. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാടാണ് ടുണീഷ്യ. ഒരു ഘട്ടത്തിൽ ടുണീഷ്യയിലേക്ക് അദ്ദേഹം മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി ചേക്കേറിയേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ അത് വേണ്ടെന്ന് വെച്ച് സ്വീഡനായിട്ട് കളിക്കുകയായിരുന്നു. ഗോളടിച്ചിട്ട് അങ്ങനെ മാപ്പ് പറയുന്ന അല്ലെങ്കിൽ സെലിബ്രേഷൻ ഇല്ലാതെ പോകുന്ന യാസിൻ അയാരി ഈ കളിയിലെ ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്തു. സോ 1-നെതിരെ 5 ഗോളുകളുടെ തകർപ്പൻ ജയം സ്വീഡൻ നേടുമ്പോൾ സൂപ്പർ താരങ്ങൾ വിക്ടർ ഗ്യോക്കറസും അലക്സാണ്ടർ ഐസക്കും ഗോളടിച്ചിരിക്കുന്നു. മാറ്റിയസ് സാവൻബർഗ് ഒരു ഗോൾ നേടിയിരിക്കുന്നു. യാസിൻ അയാരി ഇരട്ട ഗോളുകൾ നേടിയിരിക്കുന്നു. മറുഭാഗത്ത് ടുണീഷ്യയുടെ ആശ്വാസ ഗോൾ ഒമർ റെക്കിക്കിൻ്റെ വകയായിരുന്നു. കളി ജയിച്ചതോടുകൂടി ഗ്രൂപ്പ് ജിയിൽ ഇപ്പോൾ ആധിപത്യം പുലർത്തുന്നു സ്വീഡൻ. ഒരു കളി 3 പോയിൻ്റ്, ജപ്പാനും നെതർലൻഡ്സും ഓരോ പോയിൻറ്റുമായിട്ട് നിൽക്കുകയുമാണ്. സോ ഗ്രൂപ്പ് ജി ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്ക് മാറുകയാണ് എന്നർത്ഥം. ഈ ഒരു മത്സരത്തിൽ സ്വീഡൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങളാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെ ഒരു ഫലം അവർ കളിക്കളത്തിൽ കാണിക്കുകയും ചെയ്തു. അലക്സാണ്ടർ ഐസക്കും വിക്ടർ ഗ്യോക്കറസുമാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ പക്ഷേ ഗോളടിച്ചത് യാസിൻ അയാരിയാണ്. അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ യാസിൻ അയാരിയുടെ ഗോൾ പിറക്കുന്നു 7ാമത്തെ മിനിറ്റിൽ. അദ്ദേഹം ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഒരു മാപ്പ് പറയുന്നു. ദെൻ കളിയുടെ 30ാമത്തെ മിനിറ്റിൽ അലക്സാണ്ടർ ഐസക്, വിക്ടർ ഗ്യോക്കറസിൻ്റെ അസിസ്റ്റിൽ നിന്ന് അലക്സാണ്ടർ ഐസക്കിൻ്റെ ഗോൾ പിറക്കുന്നു. 2-0 സ്വീഡൻ മുന്നിൽ. പക്ഷേ 43ാമത്തെ മിനിറ്റിൽ ഒമർ റെക്കിക്കിലൂടെ ഒരു ഗോൾ മടക്കിക്കൊണ്ട് ടുണീഷ്യ ചെറിയ പ്രതീക്ഷകൾ ഉണർത്തി. പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും സ്വീഡൻ അവരുടെ വരുതിയിലാക്കി. കളിയുടെ 59ാമത്തെ മിനിറ്റിൽ അലക്സാണ്ടർ ഐസക്കിൻ്റെ അസിസ്റ്റിൽ നിന്ന് വിക്ടർ ഗ്യോക്കറസിൻ്റെ ഗോൾ പിറക്കുന്നു. പിന്നെ 84ാമത്തെ മിനിറ്റിൽ മാറ്റിയസ് സാവൻബർഗിൻ്റെ ഗോൾ വന്നതിന് ശേഷം കളിയുടെ അവസാന ഘട്ടത്തിൽ യാസിൻ അയാരി വീണ്ടും തൻ്റെ പിതാവിൻ്റെ നാടിൻ്റെ വലയിലേക്ക് പന്തടിച്ച് കയറ്റിയതോടുകൂടി മത്സരം 5-1 ഗംഭീര വിജയം സ്വീഡൻ ആഘോഷിച്ചു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.